നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൂപ്പർ എലിവേഷനെ പറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ടെർമിനോളജി സൂപ്പർ എലിവേഷൻ. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്സിലും മെക്കാനിക്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വളവിൽ ശ്രദ്ധിക്കുക. ഇവിടെ ഇന്നർ എഡ്ജിനേക്കാൾ കുറച്ച് പൊങ്ങിയിട്ടാണ് ഔട്ടർ എഡ്ജ് ഉള്ളത്. ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാം, ഇവിടെ കാണാൻ പറ്റും, ഇവിടെ അതേപോലെ കാണാൻ പറ്റും. ഔട്ടർ എഡ്ജ് കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും. അപ്പോൾ ഏതൊരു വളവുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഔട്ടർ എഡ്ജ് പൊങ്ങിയിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ പൊക്കി കൊടുക്കുന്നത്? ഈ പൊക്കി കൊടുക്കുന്നതിന്റെ പേരാണ് സൂപ്പർ എലിവേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഹൊറിസോണ്ടൽ കർവ്സ് എന്ന് നോക്കാം. എന്തിനാണ് ഹൊറിസോണ്ടൽ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത്? വെൻ വി ഹാവ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എ റോഡ് വി ഹാവ് ടു പ്രൊവൈഡ് എൻ ഹൊറിസോണ്ടൽ കർവ്. നേരെ പോകുന്ന റോഡിൽ ഹൊറിസോണ്ടൽ കർവിന്റെ ആവശ്യം വരുന്നില്ല. ഡയറക്ഷൻ മാറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഹൊറിസോണ്ടൽ കർവ്സിന്റെ ആവശ്യം വരുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കർവിൽ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും? When a vehicle is negotiating an horizontal curve, what are the forces acting? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും, അല്ലേ? ഇതിനെ പുറത്തേക്ക് വലിച്ചെറിയുന്ന രീതിയിലുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടി ഈ ടയറിന്റെ ഫ്രിക്ഷൻ, ലാറ്ററൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലാറ്ററലി ഒരു ഫോഴ്സ് അവിടെ, അത് ഡ്രാഗിങ് ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും ഉള്ളിലേക്ക്. ദാറ്റ് ഇസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് P = mv²/r അല്ലെങ്കിൽ w(v²/gr) എന്ന രീതിയിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വെർ P is the centrifuge force, weight of the vehicle. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ടെർമിനോളജിയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് നോക്കാം. ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആണെങ്കിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ വലിയ എഫക്റ്റ് ഉണ്ടാവുന്നില്ല. കാരണം വെലോസിറ്റി വളരെ കുറവായതുകൊണ്ടും റേഡിയസ് കൂടുതലാണെങ്കിലും ഈ പി ഫോഴ്സ് വളരെ കുറവായിരിക്കും. പക്ഷെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് സ്ക്വയർ ആണ് അതിന്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ പി വല്ലാണ്ട് കൂടും. അങ്ങനെ പി കൂടുന്ന സമയത്ത് എന്തൊക്കെ എഫക്റ്റുകൾ ഉണ്ടാവാം? ഈ ഔട്ടർ വീലിലേക്ക് കൂടുതൽ ഫോഴ്സ് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ വീലിലേക്കുള്ള ഫോഴ്സ് കുറഞ്ഞു വന്ന് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇവിടെയുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും. വണ്ടി ഇങ്ങോട്ട് ഓവർടേൺ ചെയ്യാനും സാധ്യതയുണ്ട്, അല്ലേ? മറിഞ്ഞു തിരിയാനുള്ള സാധ്യത ഉണ്ട് അവിടെ. ഇങ്ങോട്ട് ടോപ്ലിംഗ് ഓവർ അല്ലെങ്കിൽ ഓവർ ടേണിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എബൌട്ട് ദ വീൽ, ഔട്ടർ വീൽ, എബൌട്ട് ദ വീൽ ബി വല്ലാണ്ട് കൂടുതലാണെങ്കിൽ, സ്പീഡ് കൂടുതലാണെങ്കിൽ. ഇനി അങ്ങനെയല്ല, ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് സഫീഷ്യന്റ് അല്ല എങ്കിൽ, ഈ ഒരു പി കൂടുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ്, റെസിസ്റ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് സഫീഷ്യന്റ് അല്ല എങ്കിൽ ഒരു സ്കിഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് റൈറ്റിലേക്ക്, അല്ലേ? ഇനി ഇവിടെ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നോക്കാം. സെൻട്രോയിഡിൽ കൂടെ P = that is centrifugal force mv²/r will be acting at a height of h. അതേ സമയത്ത് weight of the vehicle will be acting along the centroidal downward direction, where B is the axle width ആണ്. അപ്പോൾ അതിന്റെ സെൻട്രോയിഡിൽ കൂടെ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ രണ്ട് ഫോഴ്സ് കണ്ടീഷൻ നമുക്ക് നോക്കേണ്ടത്. ഒന്ന്, ഒരു സ്കിഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സ്കിഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് സഫീഷ്യന്റ് ആണെങ്കിൽ സ്കിഡിങ് ഉണ്ടാവില്ല, അല്ലേ? അതേപോലെ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് അബൌട്ട് ബി. ഈ ഒരു കോണ്ടാക്ട് നഷ്ടപ്പെടും, ഇങ്ങോട്ട് ഓവർടേൺ ചെയ്തു പോകും. അതിനുള്ള സാധ്യത കാരണം എന്താ? ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന മൊമെന്റ് ഈ റെസിസ്റ്റിംഗ് മൊമെന്റ് ഡ്യൂ ടു വെയിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ ഈ വെയിറ്റ് കൊണ്ട് ഇങ്ങോട്ടൊരു മൊമെന്റ് ഉണ്ടാവും, ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ് ഉണ്ടാവും. അതേ സമയത്ത് അബൌട്ട് ദിസ് പോയിന്റ് ബി, ഈ പി കൊണ്ട് ഒരു ക്ലോക്ക്വൈസ് മൊമെന്റ് ഉണ്ടാവും. വെൻ ക്ലോക്ക്വൈസ് മൊമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് ആന്റി ക്ലോക്ക്വൈസ് മൊമെന്റ്, അവിടെ ഒരു ഓവർ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ വെൻ എ വെഹിക്കിൾ ഈസ് മൂവിങ് അലോങ് ഹൊറിസോണ്ടൽ കർവ്, രണ്ട് കാര്യങ്ങളാണ് നടക്കുക, രണ്ട് ഫെയിലേഴ്സ് ആണ് നടക്കുക, അല്ലെങ്കിൽ രണ്ട് ആക്സിഡന്റ് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, വണ്ടി ഓവർ ടേൺ ചെയ്തു പോവാം, അല്ലെങ്കിൽ ടോപ്ലിംഗ് ഓവർ വന്നു പോവാം, തലകുത്തനെ മറിയും, അല്ലേ വണ്ടി, അല്ലെങ്കിൽ സ്കിഡിങ് എഫക്റ്റ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടൽ കർവ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഇല്ലാത്ത രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, നോക്കാം. ഇവിടെ ഇതാണ് ഇപ്പോൾ ഔട്ടർ ഇങ്ങനെ പോവാണ്, ഔട്ടർ എഡ്ജിൽ കൂടെയാണ് പോകുന്നത്, ഡയറക്ഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ഇന്നർ എഡ്ജിൽ നിന്ന്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ടോപ്ലിംഗ് ഓവർ, ഇതാണ് സംഭവം.
കണ്ടോ, പോയിന്റ് അബൌട്ട് ഇസ് ഓവർ ടേണിംഗ് ഫോഴ്സ്. ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ പറഞ്ഞു, ഓവർ ടേൺ ചെയ്യാനുള്ള സാധ്യതയും സ്കിഡ് ചെയ്യാനുള്ള സാധ്യതയും. എപ്പോഴാണ് ഓവർ ടേണിംഗ് ഉണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞു, ആ പി എന്ന ഫോഴ്സ് അതുകൊണ്ടുണ്ടാവുന്ന മൊമെന്റ് അത് റെസിസ്റ്റിംഗ് മൊമെന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ, അപ്പോൾ അവിടുത്തെ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പി കൊണ്ടുണ്ടാവുന്ന മൊമെന്റ്, ദാറ്റ് ഇസ് പി ഇൻറ്റു എച്ച് ഷുഡ് ബി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ബി ബൈ 2. ബി ബൈ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് ആക്സിൽ വിഡ്ത്ത് ആണ്, വിഡ്ത്ത് ഓഫ് ദ ആക്സിൽ ആണ്, ഡബ്ല്യു ടോട്ടൽ വെയിറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ റീ അറേഞ്ച് ചെയ്താൽ പി ബൈ ഡബ്ല്യു ഈക്വൽ ടു ബി ബൈ 2h. പി കൂടുതലാകുമ്പോഴാണ് പ്രശ്നം വരിക. ദാറ്റ് മീൻസ് പി ബൈ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ബി ബൈ 2h വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. So there is a danger of overturning when the centrifugal ratio, ഈ പി ബൈ ഡബ്ല്യു എന്ന് പറയുന്ന പേരാണ് centrifugal ratio. When the centrifugal ratio is greater than b by 2h ആകുമ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ സെൻട്രിഫ്യൂഗൽ റേഷ്യോന്റെ വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പി ബൈ ഡബ്ല്യു, പി ഈക്വൽ ടു ഡബ്ല്യു വി സ്ക്വയർ ബൈ ജി ആർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് റീ അറേഞ്ച് ചെയ്താൽ പി ബൈ ഡബ്ല്യു വി സ്ക്വയർ ബൈ ജി ആർ എന്ന് കിട്ടും. അതിവിടെ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഇസ് വി സ്ക്വയർ ബൈ ജി ആർ ഈ ബി ബൈ 2h കൂടുതൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി ഓവർ ടേണിംഗ് എഫക്റ്റ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. ട്രാൻസ്ഫർ സ്കിഡിങ് എങ്ങനെ നോക്കാം. അവിടെ രണ്ട് ടയറിലും ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. സപ്പോസ് രണ്ട് ടയറിൽ ഈക്വൽ ആയിട്ടാണ് ലോഡ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു കണ്ടീഷനാണ്, നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ അവിടെ എനിവേ ടോട്ടൽ ലോഡ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു ടോട്ടൽ ലോഡ്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അവിടെ റെസിസ്റ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ ഡയറക്ഷനിൽ മ്യൂ ഇൻറ്റു ഡബ്ല്യു അല്ലെങ്കിൽ എഫ് ഇൻറ്റു ഡബ്ല്യു, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻറ്റു ഡബ്ല്യു ആയിരിക്കും ഉണ്ടാവുക. ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് പി എന്ന ഫോഴ്സ്. എഗെയിൻ നമുക്ക് പി ബൈ ഡബ്ല്യു ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ പി ബൈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ്. അപ്പൊ പി കൂടുക എന്ന് പറഞ്ഞാൽ എഫ് കുറവായി എന്നർത്ഥം അല്ലേ? അല്ലെങ്കിൽ പി ബൈ ഡബ്ല്യു കൂടുക എന്ന് പറഞ്ഞാൽ എഫിനേക്കാൾ പി ബൈ ഡബ്ല്യു കൂടുതലാണെങ്കിൽ ദർ വിൽ ബി ട്രാൻസ്വേഴ്സ് സ്കിഡിങ് എഫക്റ്റ് ഉണ്ടാവും. എഫ് സഫിഷ്യന്റ് ആയിരിക്കണം. In other words, when the centrifugal ratio attains a value equal to the coefficient of lateral friction, there is a danger of lateral skidding. അതിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആവുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. ഒന്ന് നേരത്തെ പറഞ്ഞ പി ബൈ ഡബ്ല്യു ബി ബൈ 2h കൂടുതലാണെങ്കിൽ അവിടെ ഓവർ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാവും. അതേസമയത്ത് പി ബൈ ഡബ്ല്യു ഈ എഫിനേക്കാൾ കൂടുതലാണെങ്കിൽ സ്കിഡിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ രണ്ട് കേസിലും പി ബൈ 2h കുറവോ അല്ലെങ്കിൽ എഫിനേക്കാൾ കുറവാണെങ്കിൽ ഇത് സേഫ് ആയിരിക്കും. ഈ രണ്ട് ഫെയിലറും ഉണ്ടാവില്ല. Thus, to avoid overturning and lateral skidding on the horizontal curve, the centrifugal ratio should be always less than b by 2h അല്ലെങ്കിൽ f. ഇനി നമുക്ക് ഇത് രണ്ട് വാല്യൂ നോക്കാം. f is less than b by 2h. ഫ്രിക്ഷൻ വളരെ കുറവാണ്. അപ്പോൾ അവിടെ ഏത് ഫെയിലർ ഉണ്ടാവുക? സ്കിഡിങ് ഫെയിലർ ഉണ്ടാവും. ഓവർടേൺ ഉണ്ടാവില്ല, അതിൻ്റെ മുന്നേ സ്കിഡ് ചെയ്തു പോകും. അതേസമയത്ത് ബി ബൈ 2h ആണ് ലോവർ ദാൻ എഫ് എങ്കിലോ സ്കിഡിങ് ഫെയിലർ ഉണ്ടാവില്ല, പക്ഷേ വണ്ടി ഓവർടേൺ ചെയ്തു പോകും, അല്ലെങ്കിൽ ടോപ്ലിംഗ് ഓവർ ഉണ്ടാവും. അപ്പോൾ കണ്ടീഷൻസ് മനസ്സിലായല്ലോ. ഒരു ഹൊറിസോണ്ടൽ കർവിൽ സോറി ഫ്രിക്ഷൻ കുറവാണെങ്കിൽ സ്കിഡിങ് എഫക്റ്റും ബി ബൈ 2h കുറവാണെങ്കിൽ ടോപ്ലിംഗ് ഓവറും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് ഈ മൊമെന്റ് ടേണിംഗ് മൊമെന്റ് ഇല്ലാതിരിക്കണം. ടേണിംഗ് മൊമെന്റ് ഇല്ലാതിരിക്കണമെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നൊരു ഫോഴ്സ് അവിടെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യപ്പെടണം. നേരത്തെ നമ്മൾ പറഞ്ഞു ഔട്ടർ വീലാണ് കൂടുതൽ പ്രഷർ വരിക, കാരണം അവിടേക്ക് അത് തിരിയാൻ ലെഫ്റ്റ് ഇന്നർ വീല് മെല്ലെ റിലീസ് ചെയ്തിട്ട് അവിടെ കോണ്ടാക്ട് നഷ്ടപ്പെടുമ്പോൾ ടോപ്ലിംഗ് ഓവർ ഉണ്ടാവുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് സൂപ്പർ എലിവേഷൻ. ഇറ്റ് ഈസ് ദാറ്റ് വിച്ച് ഈസ് പ്രൊവൈഡഡ് to counteract the effect of centrifugal force and to reduce the tendency of the vehicle to overturn or skid. The outer edge of the pavement is raised with respect to the inner edge. Outer edge കുറച്ച് പൊക്കി കൊടുക്കുന്നു, thus providing a transverse slope throughout the length of the horizontal curve. അപ്പോൾ ഈ horizontal curve മൊത്തം ഈ ഒരു രീതിയിൽ ഔട്ടർ സൈഡ് കുറച്ച് പൊക്കി കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. This transverse inclination to the pavement surface is known as super elevation or കാണ്ട് ഓർ ബാങ്കിങ്. മൂന്ന് പേരുണ്ട്.
വാട്ട് ഈസ് കാണ്ട്, വാട്ട് ഈസ് ബാങ്കിങ്, വാട്ട് ഈസ് സൂപ്പർ എലിവേഷൻ. അപ്പോൾ ആ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിക്കാം. So it is expressed as the ratio of the height of the outer edge with respect to the horizontal width. Horizontal width, outer edge height small h divided by width b. ഈ രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇങ്ങനെ ഒരു വണ്ടി നെഗോഷിയേറ്റ് ചെയ്യാണ് ഒരു കർവിനെ. അപ്പോൾ ഇവിടെ ഔട്ടർ എഡ്ജ് കുറച്ച് പൊക്കി കൊടുക്കും. ദാറ്റ് ക്യാപിറ്റൽ ഇ. ഈ ആംഗിൾ ആണ് സ്മോൾ ഇ, വിഡ്ത്ത് ബി ആണ്. അപ്പം സ്മോൾ ഇ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ബൈ ബി, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ബി. ഓക്കെ, ഇപ്പോഴത്തെ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ് ഇവിടെ. ഓരോ ഡെഫിനിഷൻ പറഞ്ഞു. റേഡിയസ് ആർ ആണ്, സ്പീഡ് വി മീറ്റർ പെർ സെക്കൻഡ് ആണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ അല്ലെങ്കിൽ ഡബ്ല്യു വി സ്ക്വയർ ബൈ ജി ആർ. വെയിറ്റ് ഈസ് ആക്ടിങ് അലോങ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ വീൽസ് ആൻഡ് ദ പേയ്മെന്റ്, അതാണ് അതിനെ കൗണ്ടറാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഫിഗറിലേക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്, ആർ എന്നുള്ള റേഡിയസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ വെയിറ്റ്, ഇതൊരു ഇൻക്ലിനേഷൻ കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് വിൽ ബി ആക്ടിങ് ഡൗൺ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻക്ലിനേഷനാണ് ഈ ആൽഫ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂപ്പർ എലിവേഷനാണ് ആൽഫ. അപ്പോൾ ഇവിടെ ഒരു കോമ്പണന്റ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് വിൽ ബി ഡബ്ല്യു കോസ് ആൽഫ ആൻഡ് ദിസ് വിൽ ബി ഡബ്ല്യു സൈൻ ആൽഫ. നമുക്കത് അറിയാം, ഫോഴ്സിൻ്റെ കോമ്പണൻസ്. ഇതേപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും ആൽഫ. അപ്പോൾ ദിസ് വിൽ ബി പി കോസ് ആൽഫ ആൻഡ് ഈ ഡയറക്ഷനിൽ താഴോട്ട് പി സൈൻ ആൽഫ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇക്വേഷൻ ഈസ് റൈറ്റിംഗ് അലോങ് ദ ലൈൻ, അലോങ് ദിസ് ഇൻക്ലൈൻ ലൈൻ. അപ്പോൾ ഡബ്ല്യു സൈൻ ആൽഫ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതേ ഡയറക്ഷനിൽ തന്നെ ആക്ട് ചെയ്യുന്നതാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ടോട്ടൽ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓവർ ദിസ്. ടോട്ടൽ നോർമൽ ഫോഴ്സ് എന്തൊക്കെയാ? ഡബ്ല്യു കോസ് ആൽഫ ആക്ട് ചെയ്യുന്നുണ്ട്, ഈ പിയുടെ സൈൻ ആൽഫ ഉണ്ടാവും. ഇപ്പോൾ ഡബ്ല്യു കോസ് ആൽഫ പ്ലസ് പി സൈൻ ആൽഫ, വേർ പി ഈസ് ഡബ്ല്യു വി സ്ക്വയർ ബൈ ജി ആർ. ദാറ്റ് ഇൻറ്റു മ്യൂ അല്ലെങ്കിൽ എഫ്, അതായിരിക്കും ഇവിടെ താഴോട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന എം വി സ്ക്വയർ ബൈ ജി ആർ അല്ലെങ്കിൽ ഡബ്ല്യു വി സ്ക്വയർ ബൈ ജി ആർ കോസ് ആൽഫ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് സോൾവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വിൽ ബി ഗെറ്റിംഗ്, ആ പ്രോസസ് നിങ്ങൾ നോക്കുക, വിൽ ബി ഗെറ്റിംഗ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു വേർ ഇ ഈസ് ദ സൂപ്പർ എലിവേഷൻ ഗിവൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ഇത് സ്മോൾ വി സ്ക്വയർ ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ പോലെ കാണുന്നത് ഇറ്റ്സ് എ സ്മോൾ വി സ്ക്വയർ, വി ഇൻ മീറ്റർ പെർ സെക്കൻഡ്, ആർ ഇൻ മീറ്റർ. സോ ഇ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടുന്ന ഇക്വേഷൻ. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ സൂപ്പർ എലിവേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, so the super elevation is expressed as E plus F is equal to V square by GR, where E is the rate of super elevation അല്ലെങ്കിൽ tan theta, F is the design value of lateral friction. Lateral friction ന്റെ coefficient almost 0.15 എന്നാണ് എടുക്കുക. V is the speed in meter per second, R is the radius in meter, G is acceleration due to gravity, etc. ഇതൊക്കെ നമുക്കറിയാം. ഇനി രണ്ട് കാര്യം നോക്കാനുള്ളത്, ഈ സൂപ്പർ എലിവേഷൻ വല്ലാതെ കൂടിപ്പോയാലും പ്രശ്നമാണ്, വല്ലാതെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. വല്ലാതെ കൂടിപ്പോയാൽ എന്തായിരിക്കും പ്രശ്നം? വളരെ ഹൈറ്റ് ഉള്ള വെഹിക്കിൾസ്, ഇപ്പോൾ ലോറിയിൽ വെയിറ്റ് കുറഞ്ഞ സാധനം കൊണ്ടുപോവാണ്, ഒരു വൈക്കോല് കൊണ്ടുപോകുന്ന ലോറി എന്ന് വിചാരിച്ചോ. അപ്പോൾ ലോറിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ ഹൈറ്റിലായിരിക്കും വൈക്കോൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇതുപോലെ ലോഡ് കുറഞ്ഞ ഏതൊരു സാധനമാണ് ഈ ലോറിയിൽ കൊണ്ടുപോകുന്നതെങ്കിൽ അത് കുറേ ഹൈറ്റിലായിരിക്കും. എനിവേ ദർ വിൽ ബി ലിമിറ്റേഷൻ ഫോർ ദാറ്റ് ഹൈറ്റ്. അങ്ങനെ ഹൈറ്റിൽ കൊടുക്കുന്ന ഒരു വണ്ടി ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ കർവ്സ് റൊട്ടേറ്റ് കറങ്ങുന്ന അവിടെ തിരിയുന്ന സമയത്ത് വല്ലാതെ സൂപ്പർ എലിവേഷൻ ഉണ്ടെങ്കിൽ വണ്ടി ഇങ്ങോട്ട് മറിയും, അല്ലേ? വണ്ടി സ്റ്റേബിൾ ആയിരിക്കില്ല, ഉള്ളോട്ട് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ടോപ്ലിംഗ് ഓവർ, ഉള്ളോട്ട് മറിഞ്ഞു പോകുന്നത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഈ സൂപ്പർ എലിവേഷൻ മാക്സിമം ഒരു വാല്യൂ കൊടുക്കണം. അതിൽ കൂടുതൽ കൊടുത്താൽ വണ്ടികളൊക്കെ മറിയും. So that maximum limit which can be provided, which have to be provided to avoid the danger of toppling of such loaded slow moving vehicle. സ്പീഡ് പോവാണെങ്കിൽ പ്രശ്നമില്ല, മറിയില്ല. സ്ലോ മൂവിംഗ് ആണ് പ്രശ്നം വരുന്നത്. അപ്പം അങ്ങനെ സ്ലോ മൂവിംഗ് വെഹിക്കിളിനെ ടോപ്ലിംഗ് ഓവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കൊടുക്കാവുന്ന സൂപ്പർ എലിവേഷൻ പറയുന്ന പേരാണ് മാക്സിമം സൂപ്പർ എലിവേഷൻ. അത് IRC കോഡിൽ മാക്സിമം പറഞ്ഞിരിക്കുന്നത് 7% ആണ്. അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല ഒരു കാരണവശാലും. ദാറ്റ് ഈസ് 0.07. ഹില്ലി റോഡിലൊക്കെ ആണെങ്കിൽ ചെറിയ വണ്ടികളിലൊക്കെ പോകുന്നുള്ളൂ, വലിയ വണ്ടി ഹെവി ലോഡഡ് വെഹിക്കിൾ അങ്ങനത്തെ ഒന്നും അവിടേക്ക് പോകാറില്ല. അതുകൊണ്ട് മാക്സിമം വേണമെങ്കിൽ ഒരു അപ് ടു 10% ഒക്കെ കൊടുക്കാം. ഏർബൻ റോഡ്സിൽ മാക്സിമം 4% പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ മിനിമം സൂപ്പർ എലിവേഷന്റെ കണ്ടീഷൻ എന്തായിരിക്കും? മിനിമം അതങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, വളവിൽ ഈ
ക്യാമ്പറിംഗ് എന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ റോഡിൽ. അപ്പോൾ ഈ ക്യാമ്പറിംഗ് വളവിൽ വരുന്ന സമയത്ത് ഔട്ടർ പൊസിഷനിലേക്ക് പൊക്കി കൊടുക്കാൻ നമ്മൾ കുറച്ച് പൊക്കി കൊടുക്കും. അങ്ങനെ പൊക്കി കൊടുക്കുന്ന ഒരു സ്റ്റേജിൽ ക്യാമ്പറിനേക്കാൾ കുറഞ്ഞൊരളവിൽ ചിലപ്പോൾ സൂപ്പർലിവേഷൻ കൊടുക്കേണ്ടി വന്നാൽ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരും റൈറ്റ് സൈഡിൽ, മീൻസ് ലോഡിന്റെ ഔട്ടർ സൈഡിൽ. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ വി ഹാവ് ടു പ്രൊവൈഡ് എ മിനിമം സൂപ്പർലിവേഷൻ ഓഫ് ക്യാമ്പറിംഗ്. ക്യാമ്പറിന്റെ അളവ് എത്രയാണോ അതെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട്. സോ ടു അവോയ്ഡ് ദാറ്റ് വി ഷുഡ് പ്രൊവൈഡ് എ മിനിമം സൂപ്പർലിവേഷൻ. അപ്പോൾ ഈ സ്പീഡിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൂപ്പർലിവേഷൻ വേണ്ടെന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് വി ഹാവ് ടു പ്രൊവൈഡ് എ മിനിമം വാല്യൂ ഓഫ് ക്യാമ്പറിംഗ്, അല്ലെങ്കിൽ ഔട്ടർ എഡ്ജിൽ വെള്ളം കെട്ടി നിന്നിട്ട് അവിടെ റോഡ് ഡീകേ ആവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഡിസൈൻസ് ഓഫ് സൂപ്പർലിവേഷന്റെ സ്റ്റെപ്സ് നോക്കാം നമുക്ക്. ഈ സ്റ്റെപ്സിൽ 4 സ്റ്റെപ്പ് നിങ്ങൾ ശരിക്കും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം, തറവായിട്ട് പഠിക്കണം. എക്സാമിന് പ്രോബ്ലം ചോദിക്കുന്നത് ഇതിന്റെ ബേസിലായിരിക്കും. ചിലപ്പോൾ ഇത് തന്നെ സ്റ്റെപ്പായിട്ട് എക്സാം റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ ഫൈനലൈസിങ് ദ സൂപ്പർലിവേഷൻ എന്ന് ചോദിച്ചേക്കാം. അവിടെ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് മാക്സിമം ഡിസൈൻ വെലോസിറ്റി തന്നിട്ടുണ്ടാകും ക്വസ്റ്റനിൽ. അതിന്റെ 75% എടുത്തിട്ട് അതിനനുസരിച്ചാണ് ബാക്കി എല്ലാ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ 0.75v അതിന്റെ സ്ക്വയർ ബൈ ജി ആർ, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ 225r വി എന്ന് പറയുന്നത് 0.75. ഈ 0.75 എടുത്തു കഴിഞ്ഞിട്ടുള്ള ഫൈനൽ വാല്യൂ ആണ് ഇത് കിലോമീറ്റർ പവറിൽ എടുക്കുമ്പോൾ. ഒന്നുകിൽ ഈ ഇക്വേഷൻ പഠിക്കുക, അല്ലെങ്കിൽ ഇത്. ഇവിടെ വീണ്ടും 0.75 കൊടുക്കരുത്, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഈ 0.75 കൊടുത്ത് ജിന്റെ വാല്യൂ കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്. സോ എതർ സ്റ്റഡി ദിസ് ഫോർമുല, ദാറ്റ് ഈസ് സൂപ്പർലിവേഷൻ ഇ ഈക്വൽ ടു 0.75v അതിന്റെ സ്ക്വയർ ബൈ ജി ആർ എന്ന രീതിയിൽ ഒരു ഈ വാല്യൂ അസ്യൂം ചെയ്യുന്നു. ആദ്യം തന്നെ 75% സ്പീഡ് കണക്കാക്കിയിട്ട് ഒരു ഈ വാല്യൂ അസ്യൂം ചെയ്യുന്നു. ആ വാല്യൂ 7%-നേക്കാൾ കുറവാണോ കൂടുതലാണോ നോക്കുന്നു. 0.07-നേക്കാൾ കുറവാണോ കൂടുതലാണോ നോക്കുന്നു. 0.07-നേക്കാൾ കുറവാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഇസ് ഇനഫ്. നമുക്കറിയാം മാക്സിമം 7% കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറവാണെങ്കിൽ ആ വാല്യൂ ഫൈനലൈസ് ചെയ്യുന്നു. കൂടുതലാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ സപ്പോസ് വി ആർ ഗെറ്റിംഗ് എ വാല്യൂ ഇ ടു ബി പ്രൊവൈഡഡ് ആസ് 0.08 അല്ലെങ്കിൽ 0.09 അല്ലെങ്കിൽ 0.1 അങ്ങനത്തെ വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് മാക്സിമം 0.07 കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ഫ്രിക്ഷനിൽ കിട്ടുമെന്ന് നോക്കണം. സോ ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്റ്റെപ്പ് 3യിൽ ഇന്റെ വാല്യൂ 0.07 കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ. ആ ഇക്വേഷനിലേക്ക് പോകുന്നു. അവിടെ ഇന്റെ വാല്യൂ 0.07 കൊടുത്തിട്ട് ഈ ഇപ്പുറത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഇ പ്ലസ് എഫ് ഈക്വൽ ടു എന്ന ഇക്വേഷൻ ഉള്ളത് എഫ് ഈക്വൽ ടു ദിസ് ക്വാണ്ടിറ്റി മൈനസ് ഇ ആയിട്ട് മാറി. അതിൽ എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എഫ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ. ഈ കിട്ടുന്ന വാല്യൂ ലാറ്ററൽ ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ എത്രയാ? 0.15. അതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ 0.15-നേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യുന്നു. കൂടുതലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, സ്പീഡ് കുറയ്ക്കുക തന്നെ വേണം. കുറവാണെങ്കിൽ നേരത്തെ കൊടുത്ത സൂപ്പർലിവേഷൻ 0.07 മാക്സിമം കൊടുത്തു, പ്ലസ് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇത് നമുക്ക് സേഫ് ആണ് എന്ന് പറയാം. സേഫ് അല്ലെങ്കിൽ വി ഹാവ് ടു റെഡ്യൂസ് ദ സ്പീഡ്. ആ സ്പീഡ് എത്ര എന്നുള്ളത് എഫിന്റെ വാല്യൂ 0.15 കൊടുക്കുക, ഇന്റെ വാല്യൂ 0.07 കൊടുക്കുക, സെയിം ഇക്വേഷൻ്റെ അകത്ത് വി കണ്ടുപിടിക്കുക. അത് ഡിസൈൻ സ്പീഡ് ആക്കിയിട്ട് മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ പോവാം. അടുത്ത സ്റ്റെപ്പിൽ ഈ അലോവബിൾ സ്പീഡ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ എഫിന്റെ വാല്യൂ 0.15 ലിമിറ്റ് ചെയ്തു, മാക്സിമം വാല്യൂ എടുത്തു. ഇയുടെ വാല്യൂ 0.07 മാക്സിമം എടുത്തു. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻ അലോവബിൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒരു സ്പീഡ് കിട്ടും. ഈ അലോവബിൾ സ്പീഡാണ് മാക്സിമം എത്ര വരെ പോവാമെന്ന് പറയുന്നത്. അത് ഈ റോഡിന് കൊടുത്തിരിക്കുന്ന ഡിസൈൻ സ്പീഡ്, ഓരോ റോഡിന് ഒരു മാക്സിമം സ്പീഡ് ഡിസൈൻ സ്പീഡ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിസൈൻ സ്പീഡിനേക്കാൾ കൂടുതലാണ് ഈ അലോവബിൾ സ്പീഡ് എങ്കിൽ നമ്മളുടെ ഡിസൈൻ സേഫ് ആണ്. ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 80 km/h ആയിരിക്കും. ഇവിടെ അലോവബിൾ സ്പീഡ് 100 ആയിരിക്കും. അപ്പോൾ ഡിസൈൻ സ്പീഡ് 80 മതി. ഈ റോഡ് ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ 100 km/h വരെ ഓക്കെയാണ്. സോ നമ്മളുടെ ഈ ഒരു മാക്സിമം ഈ വാല്യൂ ഓക്കെയാണ്, ഫൈൻ ആണ്. അതേ സമയത്ത് മാക്സിമം അലോവബിൾ സ്പീഡ് ഡിസൈൻ സ്പീഡിനേക്കാൾ കുറവാണെങ്കിൽ, ദാറ്റ് മീൻസ് 80 km/h ആണ് ഡിസൈൻ സ്പീഡ് എങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അലോവബിൾ സ്പീഡ് 60 ഉള്ളൂ എന്ന് വെച്ചോ. ആ റോഡിൽ ഒരിക്കലും 60-ൽ കൂടുതൽ വണ്ടി സ്പീഡ് പോയി കഴിഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടാവും.
അപ്പോൾ ഡിസൈൻ സ്പീഡ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കാണിക്കണം. സോ ഡിസൈൻ സ്പീഡ് ഇസ് ടു ബി റെഡ്യൂസ്ഡ് ടു ദിസ് അലവബിൾ സ്പീഡ്. അങ്ങനെ ചെയ്യൽ എപ്പോഴും പോസിബിൾ ആയിരിക്കണമെന്നില്ല, കാരണം ആ റോഡിന് ഒരു അലവബിൾ ഡിസൈൻ സ്പീഡ് അവിടെ വേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടികൾ ആ ഒരു പർട്ടിക്കുലർ കർവ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറച്ചിരിക്കണം എന്ന നിർബന്ധമായിട്ടുള്ള ഒരു മാൻഡേറ്ററി സൈൻ കാണിക്കുക. ഇപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോൾ പല സ്ഥലത്തും കാണാം സ്പീഡ് ലിമിറ്റ് 40, 35. ഇപ്പോൾ കേർവ്സിലൊക്കെ വട്ടപ്പാറ വളവിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്പീഡ് 20 എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, നമ്മളത് ചെയ്യാറില്ലെങ്കിലും അല്ലേ. അപ്പോൾ ആ 20, 30 എന്നുള്ള ഡിസൈൻ സ്പീഡ് കൊടുക്കാനുള്ള കാരണം ഇത് ഡിസൈൻ സ്പീഡ് അല്ല, അലോവബിൾ സ്പീഡ് റെഡ്യൂസ് ചെയ്ത് കാണിക്കാനുള്ള കാരണം ആ കർവ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ആക്സിഡന്റ് ഉണ്ടാവാം. സോ ഇഫ് ദ അലോവബിൾ സ്പീഡ് ഈസ് ലെസ് ദാൻ ദ ഡിസൈൻ സ്പീഡ് വി ഷുഡ് പ്രൊവൈഡ് സം അപ്രോപ്രിയേറ്റ് വാർണിംഗ് സൈൻ, അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കാനുള്ള വേറെ എന്തെങ്കിലും വഴികൾ ആലോചിച്ചേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ സൂപ്പർ എലിവേഷൻ എങ്ങനെ സൈറ്റിൽ കൊണ്ടുവരാൻ പറ്റും. രണ്ട് തരത്തിലാണ്. ഒന്ന് എലിമിനേഷൻ ഓഫ് ദ ക്രൗൺ ഓഫ് ദ കാമ്പേർഡ് സെക്ഷൻ, രണ്ടാമത്തത് റൊട്ടേഷൻ ഓഫ് ദ പേയ്മെന്റ് ടു അറ്റൈൻ ദ സൂപ്പർ എലിവേഷൻ. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തത് എലിമിനേഷൻ ഓഫ് ക്രൗൺ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡിൽ ഇതാണ് ക്രൗൺ, കണ്ടില്ലേ, നമുക്ക് ക്രോസ് സെക്ഷൻ അറിയാം, റോഡ്സിന്റെ സെൻട്രൽ പോർഷൻ പൊങ്ങിയിട്ടുണ്ടാവും, ക്രൗൺ അല്ലെങ്കിൽ കാമ്പറിംഗ് എന്ന് പറഞ്ഞു. ഈ കാമ്പറിങ്ങിനെ ഗ്രാജുവലി എലിമിനേറ്റ് ചെയ്യാം, അതാണ് ഒരു പ്രോസസ്സ്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഔട്ടർ എഡ്ജിനെ മെല്ലെ മെല്ലെ പൊക്കി പൊക്കി കൊണ്ടുവരിക മുകളിലേക്ക്. ഓരോ ഡിസ്റ്റൻസ് ഒരു സെൻട്രൽ പോർഷനിൽ എക്സാക്ട് ഹൊറിസോണ്ടൽ കർവ്സിന്റെ സെൻട്രൽ എത്തുമ്പോൾ ഈ റോഡ് ഇവിടെ എത്തിയിരിക്കണം. ആ രീതി ഗ്രാജുവലായിട്ട് പുറത്തുനിന്ന് മെല്ലെ മെല്ലെ പൊക്കി കൊണ്ടുവരാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒറ്റൊരു സൂപ്പർ എലിവേഷൻ കിട്ടി അല്ലേ. പക്ഷെ ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഇതാണ് കൊടുക്കേണ്ട മിനിമം ക്യാമ്പറിങ്. ഇതിൽ കുറഞ്ഞ ക്യാമ്പറിങ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചു പോകാത്ത പ്രശ്നം വരും, ഡ്രെയിനേജിന്റെ ഇഷ്യൂ വരും. അപ്പം ഇങ്ങനെ മുകളിൽ ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഏതോ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ ക്യാമ്പർ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ പോർഷൻ വലിയ കുഴപ്പമില്ല, വെള്ളം അങ്ങോട്ട് പോയിരിക്കും. ഈ പോർഷനിലൊക്കെ വരുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ദർ വിൽ ബി ഡ്രെയിനേജ് പ്രോബ്ലം ഓൺ ദ ഔട്ടർ ഓഫ് അറ്റ്ലീസ്റ്റ് ഫോർ എ സ്മോൾ ലെങ്ത് ഓഫ് ദ റോഡ്. കുറച്ച് ദൂരെങ്കിലും ആ പ്രശ്നം ഉണ്ടായേക്കാം. ഇതാണ് ഇതിന്റെ ഒരു ഇഷ്യൂ. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ക്രൗൺ ഷിഫ്റ്റഡ് ഔട്ട്വേർഡ്സ്. ഈ ക്രൗണിനെ മുകളിലേക്ക് കൂട്ടി കൊണ്ടുപോകാം. ഇവിടെ പൊക്കുന്നതിന് പകരം ക്രൗണിന്റെ പൊസിഷൻ മാറ്റി മാറ്റി കൊണ്ടുവരിക. അങ്ങനെ ക്രൗണിന്റെ പൊസിഷൻ മാറ്റി മാറ്റിയിട്ട് ഏറ്റവും മുകളിലെത്തുമ്പോഴേക്ക് സൂപ്പർ എലിവേഷൻ ഇവിടെ കൊടുത്തു. ഇത് സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞു മിനിമം സൂപ്പർ എലിവേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ പറയും. ആ മിനിമം സൂപ്പർ എലിവേഷൻ കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു രീതിയിലേക്ക് സാധാരണ കൊണ്ടുപോകാറുള്ളത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ലാർജ് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ ഇവിടെ വരും. വല്ല കുത്തനെയാണ് സ്ലോപ്പ് വരുന്നത്. ഇപ്പോൾ വണ്ടികൾ ഈ ഒരു സൈഡിൽ കൂടെ പോകാൻ സാധ്യതയില്ല, അവരൊരിക്കലും ആ സൈഡിലേക്ക് പോകില്ല അല്ലേ. അവിടെ അപ്പോൾ അത്രയും ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ ഒരു സൂപ്പർ എലിവേഷൻ ഇവിടെ ഇങ്ങനെ കൂടുതൽ കാണുമ്പോൾ വണ്ടികൾ ഈ സൈഡിലേക്ക് കൂടുതൽ ഓടിക്കാൻ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ റോഡിന്റെ ഈ ഒരു പോർഷൻ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കും. ഡ്രൈവേഴ്സ് ഹാവ് ദ ടെൻഡൻസി ടു റൺ ദ വെഹിക്കിൾ അലോങ് ദ ഷിഫ്റ്റഡ് ക്രൗൺ. ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഇനി സൂപ്പർ എലിവേഷൻ ചെയ്യുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റോഡിനെ റൊട്ടേറ്റ് ചെയ്യാം എബൌട്ട് ഇമാജിനറി ആക്സിസ്. രണ്ട് തരത്തിലാവാം. ഒന്ന് സെൻട്രൽ ലൈനിന്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യാം. സെൻട്രൽ ലൈനിന്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഔട്ടർ എഡ്ജ് ബേസ് ലെവലിൽ കുറച്ച് പൊക്കുന്നു, ഇന്നർ എഡ്ജ് ബേസ് ലെവലിൽ കുറച്ച് താഴ്ത്തുന്നു. അപ്പോൾ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ശരിക്കും വേണ്ട സൂപ്പർ എലിവേഷന്റെ പകുതി ഇവിടെ പൊക്കണ്ടു, ഇവിടെ പകുതി താഴ്ത്തണ്ടു, ഫുള്ളായിട്ട് പൊക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫില്ലിങ് വേണ്ടി വരും, ഇവിടെ കുറച്ച് കട്ടിങ് വേണ്ടി വരും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താ? എർത്ത് വർക്ക് ഈസ് ബാലൻസ്ഡ്. ഇവിടെ എത്ര കട്ട് ചെയ്യുന്നോ അത്രയും മണ്ണ് ഇവിടെ കൊണ്ടിട്ടാൽ ഇവിടെ ഫില്ലിങ് ആയി, വേറെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവരണ്ട അവിടേക്ക് അല്ലേ. അതേപോലെ ഈ ഒരു സെൻട്രൽ ലൈനിന്റെ ലെവൽ ത്രൂ ഔട്ട് ഹൊറിസോണ്ടൽ കർവ് സെയിം ലെവലിലായിരിക്കും, കയറ്റിറക്കൊന്നും വരുന്നില്ല. സെൻട്രൽ ലൈൻ റോഡിന്റെ ലെവൽ ഒരേ ലെവലിലായിരിക്കും, റോഡിന്റെ ലെവലിൽ അങ്ങനെ പോകും. ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇവിടെ ഇതാണ് നാച്ചുറൽ ഗ്രൗണ്ട് ലെവൽ അല്ലേ, ഇന്നർ സൈഡിൽ. പക്ഷെ ഇവിടെ ഇന്നർ സൈഡിൽ നമ്മൾ റോഡിനെ കുറച്ച് താഴോട്ട് താഴ്ത്തുന്നു. അപ്പോൾ ഈ ഒരു പോർഷനിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഹെവി റെയിൻഫോൾ ഒക്കെ ഉള്ള ഏരിയയിൽ വെള്ളം വല്ലാതെ കെട്ടിക്കിടക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, ചില ഹൊറിസോണ്ടൽ കർവ്സിലെ ഇന്നർ എഡ്ജിൽ എപ്പോഴും അവിടെ
നാച്ചുറൽ ഗ്രൗണ്ട് അടുത്ത പറമ്പിനേക്കാൾ താഴെയാണെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിന്ന് റോഡ് ഡീക്കേ ആവാൻ, റോഡ് പൊട്ടിപ്പൊളിയാൻ സാധ്യത കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഇനി ഇതിൽ തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്താ? റൊട്ടേഷൻ തന്നെയാണ്, പക്ഷെ സെൻട്രൽ ലൈന് പകരം ഔട്ടർ എഡ്ജ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഡ്രെയിനേജിന് ഇഷ്യൂ വരുന്നില്ല, അല്ലേ? സോ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കാം? ഇവിടെ കൂടുതൽ ഫില്ലിങ് വേണ്ടി വരും ഇത്രയും പൊക്കണമെങ്കിൽ. മാത്രമല്ല സെൻട്രൽ ലൈനിൻ്റെ ലെവൽ ഡിഫറൻസ് കൂടുന്നുണ്ട്. അപ്പോൾ റോഡ് ആ കർവ് കഴിയുന്നത് വരെ, കർവിലേക്ക് സെൻട്രൽ പോർഷനിൽ എത്തുമ്പോഴേക്ക് റോഡ് ഒരു കയറ്റം കർവ് പോലെ ഉണ്ടാവും. പിന്നെ വളവ് തിരിയുമ്പോഴേക്ക് കയറ്റം കുറഞ്ഞ് കുറഞ്ഞ് വീണ്ടും നോർമൽ ലെവലിലേക്ക് വരും. അപ്പോൾ ഈ കർവേച്ചർ പോർഷനിൽ ഒരു ഹൈ ഡിഫറൻസ് റോഡിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിലുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ജസ്റ്റ് പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. സൂപ്പർ എലിവേഷൻ എന്താണെന്ന് പറഞ്ഞു, അത് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ഈ സൂപ്പർ എലിവേഷൻ്റെ കാൽക്കുലേഷനിലേക്ക് വരുന്ന പ്രോസസ്സും പറഞ്ഞു. ഇ പ്ലസ് എഫ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ജി ആർ എന്നാണ് ഫൈനൽ ഇക്വേഷൻ. പിന്നെ എങ്ങനെയാണ് കാൽക്കുലേഷനിൽ 3-4 സ്റ്റെപ്സുകൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് എങ്ങനെ ഫീൽഡിൽ സൂപ്പർ എലിവേഷൻ കൊണ്ടുവരാൻ പറ്റും. അത് ഒന്ന് ഈ ക്യാമ്പറിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, പിന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട്. ക്യാമ്പറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന 2 മെത്തേഡ് ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന 2 മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. വളരെ ഷോർട്ട് ആൻസറിൽ വാട്ട് ഈസ് സൂപ്പർ എലിവേഷൻ എന്ന് ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനേഷൻ മാത്രം എഴുതാം. വേണമെങ്കിൽ ഈ സൂപ്പർ എലിവേഷൻ വിൽ ബി ഒബ്റ്റൈൻഡ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷൻ എഴുതി വെച്ചാൽ 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് 5 മാർക്ക് സുഖമായിട്ട് കിട്ടും. അതേ സമയത്ത് റൈറ്റ് ഐ നോട്ട് ഓൺ സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ഹൗ എ സൂപ്പർ എലിവേഷൻ ഈസ് പ്രൊവൈഡഡ് എന്ന രീതിയിൽ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ എഴുതണം. സൂപ്പർ എലിവേഷൻ ഡെഫിനേഷൻ പറയണം, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് പറയണം, പിന്നെ അത് ഫീൽഡിൽ എങ്ങനെ അച്ചീവ് ചെയ്യാന്നുള്ളതും പറയണം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യത്തെ പ്രോബ്ലം ഇത് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF തന്നിട്ടുണ്ട്, അതിലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അവിടെ നോക്കാം. ദ റേഡിയസ് ഓഫ് ദ ഹൊറിസോണ്ടൽ സർക്കുലർ കേവ് ഈസ് 100 മീറ്റർ. R is given. Design speed is 50 kmph. That is capital V. Design coefficient of lateral friction is 0.15. ഇത്ര തന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ എലിവേഷൻ ഡയറക്റ്റ് ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ വാല്യൂസും അല്ല വേറെ വാല്യൂസ് ഒന്നും തരാണ്ട് തരികയാണെങ്കിൽ നമുക്ക് 75% എടുത്താൽ മതി. പക്ഷെ ഇവിടെ ഡയറക്റ്റ്ലി വി ക്യാൻ ടേക്ക് ദ വാല്യൂ 50 km/h എടുക്കുന്നു. അതിനെ മീറ്ററിലേക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ദ സൂപ്പർ എലിവേഷൻ റിക്വയർഡ് ഈ ഫുൾ ലാറ്ററൽ ഫ്രിക്ഷൻ ഇസ് അസ്യൂം ടു ബി ഡെവലപ്ഡ്. ഫുൾ ലാറ്ററൽ ഫ്രിക്ഷൻ അസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് എഫ് ഈക്വൽ ടു 0.15 ഉണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ സൂപ്പർ എലിവേഷൻ റിക്വയർഡ്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 0.047. രണ്ടാമത്തെ പാർട്ട് ഇഫ് നോ സൂപ്പർ എലിവേഷൻ ഇസ് പ്രൊവൈഡഡ്. സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അപ്പോൾ ഈ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ ഫാക്ടർ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാം. 0.917. ഒക്കെ സെയിം ഇക്വേഷൻ ആണ് അല്ലേ? ഇ പ്ലസ് എഫ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ ജി ആർ എന്നുള്ള ഫോമുലയാണ്. ഇനി ഫോർ ദ പ്രഷർ ഓൺ ദ ഇന്നർ ആൻഡ് ഔട്ടർ വീൽസ് ടു ബി ഈക്വൽ. അടുത്ത കണ്ടീഷൻ പറഞ്ഞത് ഔട്ടറിൽ ഇന്നർ വീലും പ്രഷർ ഈക്വൽ ആവണമെങ്കിൽ അവിടെ സൂപ്പർ എലിവേഷൻ കൊടുത്തിരിക്കണം എന്ന് ഉറപ്പാണല്ലോ. എന്നല്ലേ രണ്ടിലും ഒരേപോലെ ചെരിവുണ്ടെങ്കിലല്ലേ ഒരേപോലെ വരുള്ളൂ. അപ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ ഒരു സൂപ്പർ എലിവേഷൻ മതി, ഫ്രിക്ഷൻ ഫോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എഫ് 0 ആയി മാറി. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അത് വെച്ചിട്ട് ഈ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറിൽ എങ്ങനെ നമ്മളത് ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ എ 2-lane റോഡ് വിത്ത് ഡിസൈൻ സ്പീഡ് 80 km/h, ഹൊറിസോണ്ടൽ കർവ് 480. ഡിസൈൻ ദ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫോർ ദ മിക്സഡ് ട്രാഫിക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിക്സഡ് ട്രാഫിക് കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ സൂപ്പർ എലിവേഷൻ മാക്സിമം അല്ല ഡിസൈൻ സ്പീഡ് മാക്സിമം 75% എടുക്കുന്നുള്ളൂ. ഒരു മിക്സഡ് ട്രാഫിക് ആണെങ്കിൽ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഹൈ സ്പീഡിൽ പോകുന്ന വണ്ടികളുണ്ടാവും, വളരെ കുറഞ്ഞ സ്പീഡ് പോകുന്ന വണ്ടികളുണ്ടാവും. അപ്പോൾ നമുക്കവിടെ മാക്സിമം എടുക്കാവുന്ന സ്പീഡ് എന്നുള്ളത് 75% ഡിസൈൻ സ്പീഡ് എടുക്കുന്നുള്ളൂ. ആ 75% ഡിസൈൻ സ്പീഡിന് കണക്കാക്കിയിട്ട് ഇ കണ്ടുപിടിക്കുന്നു. ഇക്വേഷൻ നോക്കി ശ്രദ്ധിക്കുക, എന്നിട്ട് ഇ കണ്ടുപിടിക്കുന്നു. ഈ ഇൻ്റെ വാല്യൂ 0.07 കൂടുതലാണോ കുറവാണോ നോക്കുന്നു. ഇവിടെ കുറവാണ്, അപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. അത് വെച്ചിട്ട് ഇൻ്റെ വാല്യൂ വിഡ്ത്ത് അറിയാം എങ്കിൽ ദ സൂപ്പർ എലിവേഷൻ ഈക്വൽ ടു V/2 ഇൻറ്റു ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ഇ കിട്ടും.
അടുത്ത ക്വസ്റ്റനിൽ അഗെയിൻ സൂപ്പർ എലിവേഷൻ ഫോർ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 500 മീറ്റർ ആൻഡ് സ്പീഡ് 100 km/h എടുത്തു. ഇതൊരു മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ട് ഇതേപോലെ പ്രോസസ് ചെയ്യാം. അപ്പോൾ ഈൻ്റെ വാല്യൂ കിട്ടി 0.089, അത് 0.07നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമുക്കത് ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഇതിൽ E+F എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് ഇയുടെ വാല്യൂ 0.07 കൊടുക്കുന്നു, എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എഫിൻ്റെ വാല്യൂ 0.087 കിട്ടി, ദാറ്റ് ഈസ് ലെസ് ദാൻ 0.15. അപ്പോൾ കൊടുത്തിരിക്കുന്ന 0.07 സേഫ് ആണ് എന്ന രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ക്വസ്റ്റൻ ശരിക്കും പ്രോബ്ലം ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു, നിങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസി ക്വസ്റ്റൻ ആണിത്. അടുത്ത ക്വസ്റ്റനിൽ അഗെയിൻ ഡിസൈൻ സ്പീഡ് ഇസ് ഗിവൻ, റേഡിയസ് ഇസ് ഗിവൻ, കാൽക്കുലേറ്റ് ദ സൂപ്പർ എലിവേഷൻ നീഡഡ് ടു മെയിൻറ്റെയിൻ ദ സ്പീഡ്. നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ. ഈ വാല്യൂ കണ്ടുപിടിച്ചു, ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0.07 ആണ്. അപ്പോൾ എഫ് കണ്ടുപിടിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഫിൻ്റെ വാല്യൂ 0.18 ആണ്, ദാറ്റ് ഈസ് അഗെയിൻ ഗ്രേറ്റർ ദാൻ 0.15. അപ്പോൾ നമുക്ക് എഫും ഇയും ലിമിറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? അലോവബിൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അലോവബിൾ സ്പീഡ് കിട്ടിയിരിക്കുന്നത് 74.75 km/h ആണ്. ഈ 74.7 എന്ന് പറയുന്നത് നേരത്തെ കണ്ട ഡിസൈൻ സ്പീഡിനേക്കാൾ കുറവാണോ കൂടുതലാണോ നോക്കാം. കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ നമുക്ക് ഡിസൈൻ സ്പീഡിന് പ്രൊവൈഡ് ചെയ്യാം. ആ രീതിയിലൂടെ കൺക്ലൂഷൻ എത്തി. ആൻഡ് ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ തന്നെ സ്വന്തം ചെയ്ത് നോക്കുക, ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ബൈ ദാറ്റ് ദ സൂപ്പർ എലിവേഷൻ ഇസ് ഓൾസോ ഓവർ. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ബൈ.